ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. SSLC IT പ്രാക്ടിക്കൽ 2026 ബന്ധപ്പെട്ട് കയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന മാതൃകാ ചോദ്യങ്ങളിലെ ഡേറ്റാബേസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പരിശോധിക്കാം. ഹോമിൽ എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ kaloത്സവം.db എന്നൊരു ഫയൽ നൽകിയിട്ടുണ്ട്. ഇതിലെ ഡ്രാമ എന്ന ടേബിളിലേക്ക് താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ചേർത്തുകൊണ്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സ്റ്റുഡൻറ്റ് ID, നെയിം, ഏജ്, ജെൻഡർ എന്നീ ഡീറ്റെയിൽസാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇത് ചെയ്യുന്നതിനായി ആദ്യം തന്നെ നമുക്ക് ഈ kaloത്സവം.db എന്ന ഒരു ഫയൽ എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ നിന്ന് ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഫയൽസിലേക്ക് പോകാം. ഫയൽസിൽ ഹോമിനുള്ളിലുള്ള IT മോഡൽ ക്വസ്റ്റ്യൻ റിസോഴ്സസിലെ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ റിസോഴ്സുകളെല്ലാം ഡൗൺലോഡ് ചെയ്യാം. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലേക്ക് വരുന്നു. അവിടെ kaloത്സവം.db എന്നൊരു ഫയലുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലുള്ള ഈ ഡീറ്റെയിൽസ് ആണ് ചേർക്കേണ്ടത്. ഇവിടെ നമുക്ക് ഡേറ്റാബേസ് സ്ട്രക്ചറിന് താഴെ ഡ്രാമ എന്ന ടേബിൾ കാണാം. ഡീറ്റെയിൽസ് ചേർക്കുന്നതിന് വേണ്ടി ബ്രൗസ് ഡേറ്റ എന്ന ഭാഗത്തേക്ക് വരണം. ഈ ബ്രൗസ് ഡേറ്റയിൽ നമുക്ക് കാണാം ഡ്രാമ എന്ന ടേബിൾ ഇപ്പോൾ ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഡീറ്റെയിൽസ് ചേർക്കുന്നതിന് വേണ്ടി ഇവിടെ ഫിൽട്ടർ എന്ന് കാണുന്നത് നമുക്ക് പിന്നീട് ഏതെങ്കിലും ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും തന്നെ ചേർക്കാൻ കഴിയില്ല. അതുപോലെ ഈ സെല്ലുകളുടെ സ്പേസ് ആവശ്യത്തിനില്ല എങ്കിൽ മുകൾ ഭാഗത്തേക്ക് വന്നതിന് ശേഷം മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിന്നെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ വീതി കൂട്ടാനായിട്ട് കഴിയുന്നതാണ്. ഇനി നമുക്കതിലേക്ക് ഡീറ്റെയിൽസ് ചേർക്കുന്നതിന് വേണ്ടി ഇവിടെ ന്യൂ റെക്കോർഡ് എന്ന് കാണാം. ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗം വരുന്നു. ഇവിടെ ആദ്യത്തെ ഭാഗത്തേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് DR 101 എന്നുള്ളതാണ്. നമുക്ക് DR 101 എന്ന് ടൈപ്പ് ചെയ്യാം. അടുത്ത സെല്ലിലേക്ക് പോകുന്നതിന് ക്ലിക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് കീബോർഡിലെ ടാബ് എന്നൊരു കീ ഉണ്ട്. ഇടത് ഭാഗത്ത് മുകളിലായിട്ട് കാണുന്ന 2 ആരോ മാർക്കിൽ കാണുന്ന ആ ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ അരുൺ ദാസ് B എന്ന ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്ത സെല്ലിലേക്ക് പോകുന്നു. ഇവിടെ മൗസ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ടാബ് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. അവിടെ നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയാണ്. കൂടുതൽ എളുപ്പത്തിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ നല്ലത് ഈ ടാബ് കീ പ്രസ് ചെയ്യുന്നതാണ്. ഇനി അതിനുശേഷം ജെൻഡർ M എന്ന് കൊടുക്കുന്നു. ഇനി അടുത്ത ഒരു ഫീൽഡ് കിട്ടുന്നതിന് വേണ്ടി വീണ്ടും ഇവിടെ ഇങ്ങോട്ട് വന്ന് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുകയോ അല്ല എങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സൗകര്യം ഈ ടാബ് കീ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് അടുത്ത ഡീറ്റെയിൽസ് ഇതേപോലെ തന്നെ കൊടുക്കാം. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എൻ്റർ ചെയ്ത ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ഇതേപോലെ പോപ്പ് ഔട്ടായിട്ട് വരുന്നുണ്ട്. നമുക്കത് എൻ്റർ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്രമീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മൗസ് ഉപയോഗിച്ചുകൊണ്ട് അത് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡൗൺ ആരോ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുകയോ ചെയ്തതിന് ശേഷം എൻ്റർ കീ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വീണ്ടും ഒന്ന് എൻ്റർ കീ എൻ്ററിങ് പൂർത്തിയാവുന്നു. അങ്ങനെ നമ്മളുടെ ഡേറ്റാബേസ് ഫയലിലേക്ക് എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് ചേഞ്ചസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചെയ്ത മുഴുവൻ ടേബിളിലെയും വിവരങ്ങൾ ആ ഒരു ഡേറ്റാബേസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഫയൽസിലേക്ക് വരുന്നു. ഫയൽസിലേക്ക് വന്നതിന് ശേഷം നമ്മളുടെ ഈ എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ തന്നെ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത റൈറ്റ് ചേഞ്ച് സേവ് ചെയ്തിട്ടുള്ള ഈ ഫയലിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തതിന് ശേഷം ഹോമിനുള്ളിലേക്ക് വീണ്ടും വരുന്നു. ഇവിടെ എക്സാം 10 പ്രോഡക്റ്റ് എന്ന് കാണാം. ഇതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ഓപ്ഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ഡ്രാമ എന്ന പേര് നൽകി സേവ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രവർത്തനം അവസാനിക്കുകയാണ്. ഇതുവരെ വീഡിയോ കണ്ട ഇവർക്കും നന്ദി, നമസ്കാരം.